നമസ്കാരം. KMC ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാർ. പാല IMA നടന്ന സെമിനാറിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻ ഡോക്ടർ ബ്രയാൻ ഉമ്മൻ തോമസ് മൈക്രോവാസ്കുലർ മാനേജ്മെന്റ് ഓഫ് ഡയബറ്റിക് ഫുഡ് എ പ്ലാസ്റ്റിക് സർജൻസ് വ്യൂ ഓൺ ഡയബറ്റിക് അൾസർ മാനേജ്മെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. തുടർന്ന് നടന്ന സെഷനിൽ സ്പെക്ട്രം ഓഫ് ന്യൂറോവാസ്കുലർ ഇന്റർവെൻഷൻസ് എന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് ന്യൂറോവാസ്കുലർ ആൻഡ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മികാന്ത് ജെല്ല ക്ലാസ് നയിച്ചു. ഹരിപ്പാട് IMA നടന്ന സെമിനാറിൽ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ഡോക്ടർ ചെറിയാൻ ഉമ്മൻ സർക്കംസെഷൻ ഇൻ ചിൽഡ്രൻ ഈസ് ഇറ്റ് നെസസറി എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. കുട്ടികളിലെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ആധുനിക ചികിത്സാ രീതികളും അദ്ദേഹം സെഷനിൽ വിശദീകരിച്ചു. തുടർന്ന് നടന്ന സെഷനിൽ സ്പെക്ട്രം ഓഫ് ന്യൂറോവാസ്കുലർ ഇന്റർവെൻഷൻ എന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് ന്യൂറോവാസ്കുലർ ആൻഡ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മികാന്ത് ജെല്ല ക്ലാസ് നയിച്ചു. തലച്ചോറിലെ രക്തധമനികളുമായി ബന്ധപ്പെട്ട സങ്കീർണമായ രോഗനിർണയങ്ങളെയും ചികിത്സകളെയും കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. കോട്ടയത്ത് നടന്ന IMA CGP മിഡ്കോൺ കോൺഫറൻസിൽ ഓങ്കോ റീകൺസ്ട്രക്ഷൻ വെയർ ഫംഗ്ഷൻ എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക്സ് ഫിറ്റ്നസ് യുണൈറ്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് എസ്തെറ്റിക് സർജൻ ഡോക്ടർ സാനിയ സലീം പ്രബന്ധം അവതരിപ്പിച്ചു. അർബുദ ചികിത്സയ്ക്ക് ശേഷം ശരീരഭാഗങ്ങളുടെ പ്രവർത്തനക്ഷമതയും സ്വാഭാവിക സൗന്ദര്യവും വീണ്ടെടുക്കുന്നതിൽ പ്ലാസ്റ്റിക് സർജറിയിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു. ആലപ്പുഴ സർജറി ക്ലബ്ബുമായി സംയുക്തമായി നടത്തിയ സെമിനാറിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഈസ്തെറ്റിക് സർജൻ ഡോക്ടർ സാനിയ സലീം ഓങ്കോ റീകൺസ്ട്രക്ഷൻ വെയർ ഫംഗ്ഷൻ എസ്തെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഫിറ്റ്നസ് യുണൈറ്റ് എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. അർബുദ ചികിത്സയ്ക്ക് ശേഷം രോഗവിഭാഗികമായ ഭാഗങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളുടെ പ്രവർത്തനക്ഷമതയും സ്വാഭാവിക രൂപഭംഗിയും നിലനിർത്തുന്നതിൽ പ്ലാസ്റ്റിക് സർജറിക്കുള്ള നിർണായക പങ്കിനെക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു. കുമരകത്ത് നടന്ന പൾമോകോൺ കോൺഫറൻസിൽ അലർജിക് ഡിസീസ് ട്രജക്ടറീസ് അപ് ടു അഡോളസൻസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ വിന്നി എലിസബത്ത് ജോസ് പ്രബന്ധം അവതരിപ്പിച്ചു. കുട്ടിക്കാലം മുതൽ കൗമാരപ്രായം വരെ അലർജി സംബന്ധമായ അസുഖങ്ങൾക്ക് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെയും ആധുനിക ചികിത്സാ രീതികളെയും കുറിച്ചും ഡോക്ടർ വിശദീകരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന കോമ്പസ് 2025 എസൻഷ്യൽ ഓഫ് മാനേജിംഗ് കഫ് ഇൻ പീഡിയാട്രിക്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന പാനൽ ചർച്ചയിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നിയോനാറ്റോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ റോണി ജോസഫ് പങ്കെടുത്തു. കുട്ടികളിലെ വിട്ടുമാറാത്ത ചുമയുടെ കാരണങ്ങൾ, രോഗനിർണയം, ഫലപ്രദമായ ചികിത്സാ രീതികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. തിരുവല്ലയിൽ നടന്ന പത്തനംതിട്ട ENT അസോസിയേഷൻ ജനറൽ ബോഡി യോഗത്തിനോടനുബന്ധിച്ച് നടന്ന സെമിനാറിൽ അഡ്വാൻസസ് ഇൻ ഹെഡ് ആൻഡ് നെക്ക് റീകൺസ്ട്രക്ഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഈസ്തെറ്റിക് സർജൻ ഡോക്ടർ സാനിയ സലീം ക്ലാസ് നയിച്ചു. അർബുദമോ അപകടങ്ങളോ മൂലം മുഖത്തും കഴുത്തിലും ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനും സ്വാഭാവിക രൂപവും പ്രവർത്തനക്ഷമതയും വീണ്ടെടുക്കുന്നതിനും സഹായിക്കുന്ന ഏറ്റവും പുതിയ മൈക്രോ സർജറി രീതികളെക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചു. കേരള ചാപ്റ്റർ ഓഫ് ISIR സംഘടിപ്പിച്ച സംസ്ഥാന കോൺഫറൻസിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സിസിജ കല്ലുപറമ്പൻ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു. വന്ധ്യതാ ചികിത്സാ രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകളെയും പുതിയ ചികിത്സാ രീതികളെയും കുറിച്ച് നടന്ന ചർച്ചയിൽ ഡോക്ടർ വിദഗ്ധ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. എക്സ്പ്ലോറിംഗ് ദ മൾട്ടിഫാക്ടോറിയൽ ഡയമെൻഷൻസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി എ കോംപ്രഹെൻസീവ് പെർസ്പെക്റ്റീവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ആലപ്പുഴ സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സിസിജ കല്ലുപറമ്പൻ പങ്കെടുത്തു. വന്ധ്യതയിലേക്ക് നയിക്കുന്ന വിവിധ ശാരീരിക സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചും ആധുനിക വൈദ്യശാസ്ത്രം ഈ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും സെമിനാറിൽ വിശദീകരിച്ചു. കുമരകത്ത് നടന്ന കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് മിഡ് ഡേ മീറ്റിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പ്രീതി വി വർഗീസ് പങ്കെടുത്തു. സമ്മേളനത്തിലെ വിവിധ ശാസ്ത്രീയ സെഷനുകളിൽ ചർച്ചകൾ നയിച്ച ഡോക്ടർ വിവിധ സെഷനുകളുടെ അധ്യക്ഷയായും പങ്കെടുത്തു. ന്യൂറോളജി രംഗത്തെ നൂതന ചികിത്സാ രീതികളും പഠനങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി. ലേസർ വജൈനൽ റിജനുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ചെന്നൈയിൽ വെച്ച് സംഘടിപ്പിച്ച രണ്ടാമത് കോസ്മെറ്റിക് ഗൈനക്കോളജി കോൺഫറൻസിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ
റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കവിത LS ശാസ്ത്രീയ പഠനം അവതരിപ്പിച്ചു. മെനോപോസ് മാറ്റേഴ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെഷനിൽ ആർത്തവ വിരാമഘട്ടത്തിൽ സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെക്കുറിച്ചും ഈ മേഖലയിലെ ആധുനിക ചികിത്സാ രീതികളെക്കുറിച്ചും വിശദീകരിച്ചു. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗവും ചെന്നിത്തല സേവഭാരതിയും സംയുക്തമായി അർബുദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആശുപത്രിയിലെ ഓങ്കോളജി സെൻട്രൽ മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ സാറ ജെ ഈശോ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി. ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ അർബുദ രോഗത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും രോഗം നേരത്തെ തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിശദമായ ക്ലാസുകൾ നടത്തി. മാന്നാർ ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗവും മാന്നാർ ലയൺസ് ക്ലബ്ബും സംയുക്തമായി ചൈൽഡ്ഹുഡ് ക്യാൻസർ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിലെ അർബുദ രോഗങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനും ശരിയായ ചികിത്സ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് ആശുപത്രിയിലെ ഓങ്കോളജി സെന്റർ മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ സാറ ജെ ഈശോ നയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓങ്കോളജി വിഭാഗവും മർത്തോമ സിറിയൻ ചർച്ച് വികാസ് സെന്ററും സംയുക്തമായി അർബുദ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഓതറ എബനേസർ മർത്തോമ ഇടവകയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അർബുദ പ്രതിരോധത്തെക്കുറിച്ചും നേരത്തെയുള്ള രോഗനിർണയത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് ആശുപത്രിയിലെ ഓങ്കോളജി സെൻട്രൽ മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ സാറ ജെ ഈസോ നയിച്ചു. സോഷ്യൽ മീഡിയ ഉപയോഗം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവല്ല കുറ്റിപ്പുഴ മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിൽ ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ബിഹേവിയറൽ സയൻസസ് വിഭാഗം സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ റൂബൻ ജോൺ നേതൃത്വം നൽകി. വേൾഡ് ഹാർട്ട് ഡേയുടെ ഭാഗമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റൽ പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗുമായി സഹകരിച്ച് അപകട ചികിത്സാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പൊതുജന പങ്കാളിത്തത്തോടെ അപകടങ്ങളിൽപ്പെടുന്നവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കുന്ന ATPP പദ്ധതിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഡോക്ടർ റൂബൻ മാമൻ വിദഗ്ധ പരിശീലനം നൽകി. അപകടം നടന്നാലുടൻ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചും ജീവൻ രക്ഷാ ഉപാധികളെക്കുറിച്ചും വിശദീകരിച്ചു. ലോക ട്രോമ ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ KMC ഹോസ്പിറ്റൽ ഭാരത് പെട്രോളിയം കൊച്ചി റിഫൈനറിലെ ജീവനക്കാർക്കായി ATTP പരിശീലനം സംഘടിപ്പിച്ചു. അപകടമുണ്ടായാൽ ആദ്യ നിമിഷങ്ങളിൽ പൊതുജന പങ്കാളിത്തത്തോടെ നൽകേണ്ട നിർണായകമായ പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചും ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ചും ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അരുൺ രാജ്, ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീനാഥ് PR, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ റൂബൻ ജോൺ എന്നിവർ പരിശീലനം നൽകി. കേരള പോലീസിനായുള്ള ATPP പരിശീലനം ചെങ്ങന്നൂർ, മാന്നാർ, മാവേലിക്കര, വെൺമണി, നൂറനാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർക്ക് നൽകി. ഡോക്ടർ റൂബൻ മാമൻ, ഡോക്ടർ നോയൽ ജോർജ്, ഡോക്ടർ നിഖിൽ M എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച രക്തദാൻ അമൃത് മഹോത്സവ് 2.0 പദ്ധതിയുടെ ഭാഗമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ പത്തോളജി വിഭാഗം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പത്തോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ KSBTC, കേരള പോലീസിന്റെ പോൾ ബ്ലഡ് എന്നിവയുമായി സഹകരിച്ച് സംരക്ഷ എന്ന രക്തദാന ക്യാമ്പും വിജയകരമായി നടത്തി. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും അത്യാഹിത ഘട്ടങ്ങളിൽ രക്തലഭ്യത ഉറപ്പാക്കുന്നതിനുമായാണ് ഈ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര അണുബാധ പ്രതിരോധ വാരത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വിഭാഗം പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങളെക്കുറിച്ചും പകർച്ചവ്യാധികൾ തടയുന്നതിൽ ഓരോ വ്യക്തിക്കുമുള്ള പങ്കിനെക്കുറിച്ചും പരിപാടിയിൽ വിശദീകരിച്ചു. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിന്റെ 3ാം വാർഷികാഘോഷങ്ങൾ ഹൃദ്യമായ ചടങ്ങുകളോടെ നടന്നു. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ സൂപ്രണ്ടും കാർഡിയോതൊറാസിക് സർജനുമായ ഡോക്ടർ ഗീവർഗീസ് K. മാത്യു, റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കവിത LS, റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സിസില കലുപ്പറമ്പൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. 100ലധികം കുടുംബങ്ങളാണ് വാർഷികാഘോഷങ്ങളിൽ പങ്കുചേരാൻ എത്തിയത്. കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ കൈമാറിയും സന്തോഷ നിമിഷങ്ങൾ പങ്കിട്ട ചടങ്ങിൽ മാതാപിതാക്കൾ തങ്ങളുടെ മാതൃത്വത്തിലേക്കും
പിതൃത്വത്തിലേക്കുമുള്ള യാത്രയെക്കുറിച്ച് ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പങ്കുവച്ചു. മുതിർന്ന പൗരന്മാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷയും പ്രത്യേക പരിഗണനയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലും ചെങ്ങന്നൂർ സീനിയർ സിറ്റിസൺസ് ഫോറവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ ആവശ്യങ്ങൾക്കായി ഹോസ്പിറ്റൽ നൽകുന്ന വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ലഭ്യമാകും. ആലപ്പുഴ ജില്ലയിലെ 1,00,000 കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രിവിലേജ് കാർഡുകളുടെ വിതരണോദ്ഘാടനം ഹോസ്പിറ്റൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ശ്രീ റെനിൻ പോൾ നിർവഹിച്ചു. കുടുംബശ്രീ പ്രവർത്തകർക്ക് ആശുപത്രി സേവനങ്ങളിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് അംഗങ്ങൾക്കുള്ള പ്രിവിലേജ് കാർഡുകളുടെ വിതരണോദ്ഘാടനം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ റെബേക്ക ജോൺ നിർവഹിച്ചു. മാധ്യമ പ്രവർത്തകർക്കും അവരവരുടെ കുടുംബങ്ങൾക്കും വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ലഭ്യമാകും. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിൽ നടന്ന പിങ്ക് പ്രോമിസ് ക്യാമ്പയിൻ സമാപന സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര നടി ശ്രീമതി മല്ലിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ മരിയ ഉമ്മൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാ രീതികളും ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷമുള്ള അത്യാധുനിക റീകൺസ്ട്രക്റ്റീവ് സർജറികളും KMC ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകപ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ MV പിള്ള അഡ്വൈസറി ബോർഡ് ചെയർമാനായ ഓങ്കോളജി വിഭാഗം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടികളുടെയും മെഡിക്കൽ ക്യാമ്പുകളുടെയും റിപ്പോർട്ട് മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ സാറ ജെ ഈസോ അവതരിപ്പിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗീവർഗീസ് K. മാത്യു, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ റിബേക്ക ജോൺ, കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ തോമസ്, കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ബോവസ് വിൻസെന്റ്, കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ നിതിൻ V. അശോക്, വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾ, ഡോക്ടർമാർ, മറ്റ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലും ചെങ്ങന്നൂർ പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും ചെങ്ങന്നൂർ റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് മാനസികാരോഗ്യം, റോഡ് സുരക്ഷ, ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്നിവ മുൻനിർത്തി വോക്കത്തോൺ സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ ടൗണിൽ നിന്നും ആരംഭിച്ച വോക്കത്തോൺ പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെയർപേഴ്സൺ ശ്രീമതി മറിയാമ്മ ജോർജ് മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. 300ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത വോക്കത്തോൺ KMC ഹോസ്പിറ്റലിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ ഡോക്ടർ KMC ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ റവറൻ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ക്ലാസ്സിന് കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ വിഷ്ണു PS നേതൃത്വം നൽകി. സമാപന സമ്മേളനത്തിൽ ചെങ്ങന്നൂർ നഗരസഭാ ചെയർമാൻ ശ്രീ മനീഷ് കീഴാമഠത്തിൽ, പ്രൊവിഡൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു P. ജോൺ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ശ്രീ KM മാമൻ എന്നിവരും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. റോഡ് സുരക്ഷയെയും മാനസികാരോഗ്യത്തെയും കുറിച്ച് അവബോധം നൽകുന്ന വിവിധ വിനോദ പരിപാടികളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മധു പൗലോസ് ചാണ്ടിക്ക് ഹൃദയ ചികിത്സാ രംഗത്തെ മികച്ച സേവനത്തിനുള്ള എക്സലൻസ് ഇൻ കാർഡിയാക് കെയർ പുരസ്കാരം ലഭിച്ചു. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മറ്റൊരു നാഴികകൾ കൂടി പിന്നിട്ട് ഡോക്ടർ K. ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എഗ്മോ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള അംഗീകൃത എഗ്മോ സെന്ററായി ആശുപത്രിയെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം അതീവ ഗുരുതരാവസ്ഥയിലാകുന്ന രോഗികൾക്ക് ജീവൻ രക്ഷാ ഉപാധിയായി നൽകുന്ന അത്യാധുനിക ചികിത്സാ രീതിയാണ് എഗ്മോ. ഈ അംഗീകാരത്തോടെ ഈ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സാ സേവനങ്ങൾ ഉറപ്പാക്കാൻ ഡോക്ടർ KMC ഹോസ്പിറ്റലിന് സാധിക്കും. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ച 2025 ക്രിസ്മസ് ആഘോഷ പരിപാടികൾ വിപുലമായ ചടങ്ങുകളോടെ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വെരി റെവറൻ മാത്യു വർഗീസ് കോർ എപ്പിസ്കോപ്പ മുഖ്യപ്രഭാഷണം നടത്തുകയും ക്രിസ്മസ് സന്ദേശം കൈമാറുകയും ചെയ്തു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കരുണയുടെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ക്രിസ്മസ് കാലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി, ഡെന്റിസ്ട്രി വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഗർഭകാലത്തെ ദന്താരോഗ്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൺസൾട്ടന്റ് എൻഡോഡോണിസ്റ്റ് ഡോക്ടർ രവീണ P. ജോൺ ക്ലാസിന് നേതൃത്വം നൽകി. ലോക ആർത്രൈറ്റിസ് ദിനാചരണത്തിന്റെ ഭാഗമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റ് ഡോക്ടർ റേച്ചൽ ഉമ്മൻ ക്ലാസിന് നേതൃത്വം നൽകി. പത്തനംതിട്ട ഓർത്തോപീഡിക് സൊസൈറ്റിയുമായി സഹകരിച്ച് ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റൽ
അപ്രോച്ച് ടു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ബിഹേവിയറൽ സയൻസസ് ആൻഡ് ഡി അഡിഷൻ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇൻസൈറ്റ് 2025 എന്ന പേരിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. അഡിക്ഷൻ ആൻഡ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ക്രോസ് റോഡ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സെമിനാർ നടന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മാലിദ്വീപ് കോൺസുൽ ജനറൽ അമിനാദ് ഷിഫാന മുഖ്യാതിഥിയായി പങ്കെടുത്തു. മണിപ്പാൽ ഹോസ്പിറ്റൽ ചീഫ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ PSVN ശർമ്മ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ റവറൻഡ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാലിദ്വീപ് ഗവൺമെന്റുമായി സഹകരിച്ച് നിലവിൽ അവിടെ നടത്തിവരുന്ന ലഹരി വിമോചന ചികിത്സാ പദ്ധതികൾ ഉടൻ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ലഹരി വിമോചനത്തിനുമായി ഡോക്ടർ KMC ഹോസ്പിറ്റലിൽ പ്രത്യേക ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 200ഓളം മാനസികാരോഗ്യ വിദഗ്ധർ പങ്കെടുത്ത സെമിനാറിൽ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വർഗീസ് മുന്നൂസ്, മണിപ്പാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സുമ ഉദുപ്പ, കൊൽക്കത്ത അന്താരാഷ്ട്ര ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ രാധിക MS, കോട്ടയം ട്രാഡ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജുമാൻ ചുക്കപ്പുര എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കൂടാതെ സൈക്കോളജിസ്റ്റ് പ്രിയ വർഗീസ്, ഡോക്ടർ മഞ്ജു പീതാംബരൻ, ഡോക്ടർ ജയശങ്കർ G, സൈക്കോളജിസ്റ്റ് ജോർജ് മാത്യു, ഡോക്ടർ അനൂപ് G ചെങ്ങന്നൂർ, ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ രൂപൻ ജോൺ എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു. സെൻട്രൽ ട്രാവൻകൂർ ഫിസിഷ്യൻസ് ക്ലബ്ബുമായി സഹകരിച്ച് ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് തിരുവല്ലയിൽ സെമിനാർ സംഘടിപ്പിച്ചു. അപ്രോച്ച് ടു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന വിഷയത്തിൽ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റൂമറ്റോളജിസ്റ്റ് ഡോക്ടർ റേച്ചൽ ഉമ്മൻ ക്ലാസ് നയിച്ചു. ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ അതുൽ സഞ്ജീവ്, എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അഞ്ജു കൃഷ്ണ R, നെഫ്രോളജിസ്റ്റ് ഡോക്ടർ വർഷ വിപിൻ, കൺസൾട്ടന്റ് ഇൻഫെക്ഷൻ ഡിസീസസ് ഡോക്ടർ അനൂപ് ബാലൻ B, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആര്യ വേണുഗോപാൽ, റേഡിയോളജിസ്റ്റ് ഡോക്ടർ അമിത് ET, കൺസൾട്ടന്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ അഭിജിത്ത് PG, അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ പ്രദീപ് MM എന്നിവർ നിയമിതരായി. ഗുരുതരമായ ജന്മവൈകല്യത്തിന് അത്യപൂർവ ശസ്ത്രക്രിയ നടത്തി ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം. കഞ്ചറ്റിനൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന അപൂർവ രോഗാവസ്ഥയിലായിരുന്ന 34 ആഴ്ച മാത്രം പ്രായമുള്ള നവജാത ശിശുവിനാണ് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയത്. ജനനസമയത്ത് ഡയഫ്രം പൂർണ്ണമായി വികസിക്കാത്തത് മൂലം ആമാശയം, കുടൽ, സ്പ്ലീൻ, പാൻക്രിയാസ് എന്നീ അവയവങ്ങൾ നെഞ്ചിലേക്ക് കയറുകയും ശ്വാസകോശത്തിൻ്റെ വളർച്ചയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തിരുന്നു. 1.5 കിലോ മാത്രം ശരീരഭാരമുള്ള കുഞ്ഞിന് പീഡിയാട്രിക് സർജൻ ഡോക്ടർ ചെറിയാൻ ജെറിൻ ഉമ്മൻ്റെ നേതൃത്വത്തിൽ സീനിയർ അനസ്തെറ്റിസ്റ്റ് ഡോക്ടർ നവീൻ പിള്ള, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഡോണ മേരി ഫിലിപ്പ്, നിയോനാറ്റോളജി വിഭാഗത്തിലെ ഡോക്ടർ അരുൺ തോമസ്, ഡോക്ടർ റോണി ജോസഫ്, ഡോക്ടർ അപർണ ബി രാജ് എന്നിവരുടെ പിന്തുണയോടുകൂടി അത്യപൂർവ ശസ്ത്രക്രിയയിലൂടെ അവയവങ്ങൾ യഥാസ്ഥാനത്ത് ക്രമീകരിക്കുകയായിരുന്നു. ആരോഗ്യ അറിവിലേക്ക് സ്വാഗതം. വിട്ടുമാറാത്ത നടുവേദനയുള്ളവർക്ക് ശസ്ത്രക്രിയയ്ക്ക് പകരമായി ഗുണങ്ങളേറെയുള്ള ഏറ്റവും നൂതനമായ ചികിത്സാ രീതിയാണ് FES അഥവാ ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി. നട്ടെല്ലിനുള്ളിലെ ഡിസ്ക് തള്ളുന്നത് മൂലം ആ ഭാഗത്തെ നാഡീഞരമ്പുകളിൽ സമ്മർദ്ദമുണ്ടാവുകയും അതിന്റെ ഫലമായി അസഖ്യമായ നടുവേദനയും കാലിലേക്കുള്ള പെരുപ്പും തളർച്ചയും സംഭവിക്കുന്നവർക്ക് ഫുൾ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി സ്വീകാര്യമാകുന്നത്. ഓപ്പൺ ശസ്ത്രക്രിയയിൽ വലിയ മുറിവുണ്ടാക്കി തള്ളിയ ഡിസ്ക് നീക്കം ചെയ്യുന്നതിന് പകരം ഇവിടെ വളരെ ചെറിയ മുറിവിലൂടെ നീളമുള്ള എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് തള്ളിയ ഡിസ്കിനെ സുരക്ഷിതമായി നീക്കം ചെയ്ത് അതിവേഗം വേദനയില്ലാതാക്കി മാറ്റുന്ന ചികിത്സാ രീതിയാണ്. രോഗിയെ കമിഴ്ത്തിക്കിടത്തിയ ശേഷം വളരെ ചെറിയ മുറിവിലൂടെ ക്യാമറയും ലൈറ്റും അടങ്ങിയ എൻഡോസ്കോപ്പ് കടത്തിവിടുന്നു. ക്യാമറയിലൂടെ ലഭിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുള്ള സ്ക്രീനിൽ വ്യക്തമായി കാണുവാൻ സാധിക്കും. വലിയ സ്ക്രീനിൽ വ്യക്തതയോടെ കാണുന്നതിനാൽ വളരെ ഫലപ്രദമായി തകരാർ വന്ന ടിഷ്യൂ മാത്രമായി നീക്കം ചെയ്യുവാൻ ന്യൂറോ സർജന് കഴിയുന്നു. പൂർണ്ണമായി നീക്കം ചെയ്തു എന്ന് ഉറപ്പാക്കിയ ശേഷം കടത്തിവിട്ട ഉപകരണങ്ങളും എൻഡോസ്കോപ്പും പിൻവലിക്കുകയും മുറിവ് ചെറിയ തുന്നലോ അല്ലെങ്കിൽ സ്ട്രിപ്പോ ഉപയോഗിച്ച് അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ഡേ കെയർ ചികിത്സാ രീതിയാണിത്. ആരോഗ്യരംഗത്തെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.